ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ 6 വരെ അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി ഒരു മത്സര പരീക്ഷ നടത്തിയാലോ എന്ന് ചിന്തിക്കുകയാണ്. ഇതൊരു പരീക്ഷണം മാത്രമാണ്. വിജയിക്കുകയാണെങ്കിൽ ഭാവിയിലും തുടരാമെന്ന് വിചാരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം. ഈ വീഡിയോയിലെ ചോദ്യോത്തരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഭൂരിഭാഗം ചോദ്യങ്ങളും. 13/12/2025 ശനിയാഴ്ച രാത്രി 8:30 മുതൽ 9:15 വരെയാണ് പരീക്ഷാ സമയം. 100 ചോദ്യങ്ങൾ ഉണ്ടാവും. പങ്കെടുക്കുന്നവർ പേരും സാധിക്കുമെങ്കിൽ ഇടവകയുടെ പേരും എഴുതണം. പരീക്ഷാഫലം അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീഡിയോയിലൂടെ പ്രസിദ്ധീകരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. സമ്മാനമൊന്നും ഉണ്ടാകുകയില്ല. ഓൺലൈൻ മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനായി ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലെ ആദ്യത്തെ കമൻറ്റായോ ലോഗോസ് ക്വിസ് വെബ്സൈറ്റ് എന്ന് കാണാം. ഇവിടെ www.logosquiz2026.in എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലോഗോസ് ക്വിസ് 2026 ഹോം പേജിൽ എത്തിച്ചേരും. അവിടെ നിങ്ങൾക്ക് മത്സര പരീക്ഷ എന്ന് കാണാം. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മത്സര പരീക്ഷയുടെ പേജിൽ എത്തിച്ചേരും. സമയമാകുമ്പോൾ ഇത് ഓൺ ആവുന്നതായിരിക്കും. ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഏലിയ പ്രവാചകൻ്റെ 2ാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ ഗ്രന്ഥമേത്? എ. മലാക്കി 4:5, ബി. ഏശയ്യ 4:5, സി. ജെറമിയ 4:5, ഡി. സക്കറിയ 4:5. ഉത്തരം എ. മലാക്കി 4:5. മലാക്കി 4:5 ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ചോദ്യം 2. യോഹന്നാൻ 2:13 പ്രകാരം യേശു ജെറുസലേമിലേക്ക് പോകാൻ കാരണമെന്ത്? എ. നേർച്ച നിറവേറ്റാൻ വേണ്ടി, ബി. ദേവാലയം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, സി. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ, ഡി. കൂടാരത്തിരുന്നാളിൽ പങ്കെടുക്കാൻ. ഉത്തരം സി. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ. ചോദ്യം 3. അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർ കഫർനാമിലേക്ക് പോകുമ്പോൾ കടൽ ക്ഷോഭിക്കാൻ കാരണമെന്ത്? എ. വേലിയേറ്റമായിരുന്നതുകൊണ്ട്, ബി. വേലിയിറക്കമായിരുന്നതുകൊണ്ട്, സി. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട്, ഡി. യേശുവിനെ കൂടാതെ പോയതിനാൽ. ഉത്തരം സി. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട്. ചോദ്യം 4. അധ്യായവും വാക്യവും ഏത്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. എ. യോഹന്നാൻ 3:37, ബി. യോഹന്നാൻ 3:36, സി. യോഹന്നാൻ 3:27, ഡി. യോഹന്നാൻ 3:33. ഉത്തരം ബി. യോഹന്നാൻ 3:36. ചോദ്യം 5. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യമാണ് എന്ന് കേട്ട സമരിയാക്കാരി സ്ത്രീ യേശു ആരെന്നാണ് പ്രഖ്യാപിക്കുന്നത്? എ. ഒരു പ്രവാചകൻ, ബി. ലോകരക്ഷകൻ, സി. ദൈവപുത്രൻ, ഡി. ദാവീദിൻ്റെ പുത്രൻ. ഉത്തരം എ. ഒരു പ്രവാചകൻ. ചോദ്യം 6. ജീവജലം നൽകാൻ യേശു സമരിയാക്കാരി സ്ത്രീയോട് ആവശ്യപ്പെട്ട നിബന്ധന എന്താണ്? എ. ഇനിമേൽ പാപം ചെയ്യരുത്, ബി. മറ്റുള്ളവരുമായി രമ്യപ്പെടുക, സി. ചെടികാസക്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഡി. ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ഉത്തരം ഡി. ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ചോദ്യം 7. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്, ആരാണത്? എ. സ്നാപക യോഹന്നാൻ, ബി. പിതാവായ ദൈവം, സി. പരിശുദ്ധാത്മാവ്, ഡി. ശിഷ്യന്മാർ. ഉത്തരം ബി. പിതാവായ ദൈവം. ചോദ്യം 8. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന വാക്യം പഴയ നിയമത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ. സങ്കീർത്തനം 69:9, ബി. സങ്കീർത്തനം 59:9, സി. സങ്കീർത്തനം 69:19, ഡി. സങ്കീർത്തനം 79:9. ഉത്തരം എ.
സങ്കീർത്തനം 69:9. ചോദ്യം 9. യേശു നൽകുന്ന ജീവജലം കുടിച്ചാൽ തനിക്ക് എന്തൊക്കെ നേട്ടമുണ്ടാകുമെന്നാണ് സമരിയാക്കാരി സ്ത്രീ പറയുന്നത്? എ. മേലിൽ ദാഹിക്കുകയില്ല, നിത്യജീവനും ലഭിക്കും. ബി. മേലിൽ ദാഹിക്കുകയില്ല, വെള്ളം കോരാൻ വരേണ്ട. സി. മേലിൽ ദാഹിക്കുകയില്ല, രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്യും. ഡി. മേലിൽ ദാഹിക്കുകയില്ല, വിശുദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഉത്തരം ബി. മേലിൽ ദാഹിക്കുകയില്ല, വെള്ളം കോരാൻ വരേണ്ട. ചോദ്യം 10. പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് നൽകിയിരിക്കുന്ന ഒരു വരം എന്താണ്? എ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ. ബി. മനുഷ്യരെ മാനസാന്തരപ്പെടുത്താൻ. സി. വചനം പ്രഘോഷിക്കാൻ. ഡി. തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ. ഉത്തരം ഡി. തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ. ചോദ്യം 11. കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ യേശു നൽകുന്ന വെള്ളം കുടിക്കുന്നവന് എന്ത് സംഭവിക്കും? എ. നിത്യജീവൻ പ്രാപിക്കും. ബി. രോഗസൗഖ്യം ലഭിക്കും. സി. പാപമോചനം ലഭിക്കും. ഡി. പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഉത്തരം ഡി. പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ചോദ്യം 12. അപ്പം വർദ്ധിപ്പിച്ചു നൽകിയ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർ എവിടേക്കാണ് പോയത്? എ. യൂദയായിലേക്ക്. ബി. കഫർനാമിലേക്ക്. സി. ജെറൂസലേമിലേക്ക്. ഡി. സമരിയായിലേക്ക്. ഉത്തരം ബി. കഫർനാമിലേക്ക്. ചോദ്യം 13. അപ്പം വർദ്ധിപ്പിച്ചു നൽകിയ സംഭവത്തിന് ശേഷം ജനങ്ങൾ തന്നെ ബലമായി പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു എന്താണ് ചെയ്തത്? എ. അവിടെ നിന്നും യൂദയായിലേക്ക് പോയി. ബി. വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോയി. സി. ശിഷ്യന്മാരുമായി ചർച്ച നടത്തി. ഡി. തനിയെ മലമുകളിലേക്ക് പിന്മാറി. ഉത്തരം ഡി. തനിയെ മലമുകളിലേക്ക് പിന്മാറി. ചോദ്യം 14. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത്? എ. യേശുവിൻ്റെ സാക്ഷ്യം. ബി. ബെത്സദായിലെ രോഗശാന്തി. സി. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഡി. യേശുവും നിക്കോദേമസും. ഉത്തരം എ. യേശുവിൻ്റെ സാക്ഷ്യം. ചോദ്യം 15. പൂരിപ്പിക്കുക. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ ഡാഷ് അരുവിയാകും. എ. വിശുദ്ധിയിലേക്ക് നയിക്കുന്ന. ബി. പാപമോചനത്തിലേക്ക് നയിക്കുന്ന. സി. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന. ഡി. ദൈവകൃപയിലേക്ക് നയിക്കുന്ന. ഉത്തരം സി. നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന. ചോദ്യം 16. യേശുവിൽ വിശ്വസിക്കാത്തവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് യോഹന്നാൻ 3:18 പറയുന്നത്? എ. നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ബി. നിത്യശിക്ഷയ്ക്ക് അർഹനാകും. സി. ദൈവകോപം അവൻ്റെ മേൽ ഉണ്ടാകും. ഡി. നരകാഗ്നിയിൽ പതിക്കും. ഉത്തരം എ. നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 17. എന്തിനു വേണ്ടിയാണ് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുന്നത്? എ. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. ബി. ജനങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി. സി. വചനം എല്ലാവരിലേക്കും എത്തുന്നതിനു വേണ്ടി. ഡി. എല്ലാവരും തന്നെ ആരാധിക്കുന്നതിനു വേണ്ടി. ഉത്തരം എ. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. ചോദ്യം 18. പൂരിപ്പിക്കുക. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഡാഷ് പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? എ. അയക്കപ്പെട്ടവനോ. ബി. ഏശയ്യായോ. സി. പുരോഹിതനോ. ഡി. ഏലിയായോ. ഉത്തരം ഡി. ഏലിയായോ. ചോദ്യം 19. നിയമം മോശ വഴിയാണ് നൽകപ്പെട്ടതെങ്കിൽ യേശുക്രിസ്തു വഴി ഉണ്ടായത് എന്താണ്? എ. നീതിയും സമാധാനവും. ബി. സത്യവും നീതിയും. സി. കൃപയും സത്യവും. ഡി. രക്ഷയും സമാധാനവും. ഉത്തരം സി. കൃപയും സത്യവും. ചോദ്യം 20. പൂരിപ്പിക്കുക. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ഡാഷ് പ്രത്യുത അവൻ വഴി ലോകം ഡാഷ്. എ. നശിപ്പിക്കാനല്ല രക്ഷ പ്രാപിക്കാനാണ്. ബി. ശിക്ഷയ്ക്ക് വിധിക്കാനല്ല വിശുദ്ധീകരിക്കപ്പെടാനാണ്. സി. ശിക്ഷയ്ക്ക് വിധിക്കാനല്ല
മാനസാന്തരപ്പെടാനാണ്? ഡി. ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, രക്ഷ പ്രാപിക്കാനാണ്? ഉത്തരം ഡി. ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, രക്ഷ പ്രാപിക്കാനാണ്. ചോദ്യം 21. കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് എന്ത് സംഭവിക്കും എന്നാണ് യേശു സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നത്? എ. രോഗസൗഖ്യം ലഭിക്കും. ബി. പാപമോചനം ലഭിക്കും. സി. മരണം സംഭവിക്കും. ഡി. വീണ്ടും ദാഹിക്കും. ഉത്തരം ഡി. വീണ്ടും ദാഹിക്കും. ചോദ്യം 22. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ 3:16 പറയുന്നത്? എ. കുരിശുമരണം ഏറ്റെടുക്കാൻ തക്കവിധം. ബി. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. സി. ദൈവം മനുഷ്യനായി അവതരിക്കാൻ തക്കവിധം. ഡി. ദൈവപുത്രന് കാലിത്തൊഴുത്തിൽ പിറക്കാൻ തക്കവിധം. ഉത്തരം ബി. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. ചോദ്യം 23. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ കാലത്ത് യാക്കോബിൻ്റെ കിണറ്റിൽ നിന്നും ആരൊക്കെ വെള്ളം കുടിച്ചിരുന്നു എന്നാണ് സമരിയാക്കാരി സ്ത്രീ അവകാശപ്പെടുന്നത്? എ. ഏസാവും അവൻ്റെ മക്കളും കന്നുകാലികളും. ബി. യാക്കോബും അവൻ്റെ മക്കളും അയൽവാസികളും. സി. യാക്കോബും അവൻ്റെ മക്കളും കന്നുകാലികളും. ഡി. യാക്കോബും നാട്ടുകാരും കന്നുകാലികളും. ഉത്തരം സി. യാക്കോബും അവൻ്റെ മക്കളും കന്നുകാലികളും. ചോദ്യം 24. അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സംഭവത്തിന് ശേഷം ജനങ്ങൾ തന്നെ എന്തു ചെയ്യാൻ ഭാവിക്കുന്നു എന്നാണ് യേശു മനസ്സിലാക്കിയത്? എ. ബലമായി അവിടെ തന്നെ താമസിപ്പിക്കാൻ. ബി. അവരുടെ നേതാവാക്കാൻ. സി. ബലമായി പിടിച്ച് രാജാവാക്കാൻ. ഡി. ഫരിസേയർക്ക് ഒറ്റിക്കൊടുക്കാൻ. ഉത്തരം സി. ബലമായി പിടിച്ച് രാജാവാക്കാൻ. ചോദ്യം 25. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്ത്? എ. ആദ്യ ശിഷ്യന്മാർ. ബി. ഫിലിപ്പോസും നഥാനയേലും. സി. കാനായിലെ വിവാഹ വിരുന്ന്. ഡി. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഉത്തരം ഡി. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ചോദ്യം 26. യഥാർത്ഥമായ ആരാധനാ സ്ഥലം എവിടെയെന്നാണ് യഹൂദർ വിശ്വസിക്കുന്നത് എന്നാണ് സമരിയാക്കാരി സ്ത്രീ പറയുന്നത്? എ. സിനഗോഗിൽ. ബി. സീനായ് മലയിൽ. സി. ഹെബ്രോൻ താഴ്വരയിൽ. ഡി. ജെറുസലേമിൽ. ഉത്തരം ഡി. ജെറുസലേമിൽ. ചോദ്യം 27. കാനായിലെ വിവാഹ വിരുന്നിന് ശേഷം കഫർനാമിലേക്ക് പോയ യേശുവിനെ അനുധാവനം ചെയ്തവർ ആരെല്ലാം? എ. അമ്മ, സഹോദരിമാർ, ശിഷ്യന്മാർ. ബി. അമ്മ, ജനങ്ങൾ, ശിഷ്യന്മാർ. സി. അമ്മ, സഹോദരർ, ഫരിസേയർ. ഡി. അമ്മ, സഹോദരർ, ശിഷ്യന്മാർ. ഉത്തരം ഡി. അമ്മ, സഹോദരർ, ശിഷ്യർ. ചോദ്യം 28. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെ ആണ് പോയതെന്നും ആര് മനസ്സിലാക്കി എന്നാണ് യോഹന്നാൻ 6:22 പറയുന്നത്? എ. കടലിൻ്റെ മറുകര നിന്ന ആളുകൾ. ബി. ശിമയോൻ പത്രോസ്. സി. ശിഷ്യന്മാർ. ഡി. കഫർനാമിലെ ആളുകൾ. ഉത്തരം എ. കടലിൻ്റെ മറുകര നിന്ന ആളുകൾ. ചോദ്യം 29. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്താണ് അതിലെ അപാകത? എ. അഹങ്കാരമായിരിക്കും. ബി. വിശ്വസനീയമല്ല. സി. സാക്ഷ്യം സത്യമല്ല. ഡി. സ്വാർത്ഥത ആയിരിക്കും. ഉത്തരം സി. സാക്ഷ്യം സത്യമല്ല. ചോദ്യം 30. രക്ഷ ആരിലൂടെ വരുമെന്നാണ് യേശു സമരിയാക്കാരി സ്ത്രീയെ ഉദ്ബോധിപ്പിക്കുന്നത്? എ. ദൈവപുത്രനിലൂടെ. ബി. യഹൂദരിലൂടെ. സി. ദാവീദിൻ്റെ വംശത്തിൽ നിന്ന്. ഡി. മിശിഹായിലൂടെ. ഉത്തരം ബി. യഹൂദരിലൂടെ. ചോദ്യം 31. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? എ. യേശുവും സമരിയാക്കാരിയും. ബി. യേശുവും നിക്കോദേമോസും. സി. യേശുവും സഖേബൂസും. ഡി. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഉത്തരം ബി. യേശുവും നിക്കോദേമോസും. ചോദ്യം 32. യോഹന്നാൻ എന്തുപയോഗിച്ചാണ് സ്നാനം നൽകിയിരുന്നത്? എ. ഈസോപ്പ് തണ്ടുകൊണ്ട്. ബി. ജലം കൊണ്ട്. സി. മേൽവസ്ത്രം കൊണ്ട്.
ഡി കാട്ടുതേൻ കൊണ്ട്? ഉത്തരം ബി ജലം കൊണ്ട്. ചോദ്യം 33. ആരാണ് പുരോഹിതന്മാരെയും ലേവ്യരെയും സ്നാപക യോഹന്നാൻ്റെ അടുക്കിലേക്ക് അയച്ചത്? എ പ്രധാന പുരോഹിതൻ, ബി കയ്യാഫാസ്, സി ഫരിസേയർ, ഡി നിയമജ്ഞർ. ഉത്തരം സി ഫരിസേയർ. ചോദ്യം 34. പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു എന്താണ് കൽപ്പിച്ചത്? എ പ്രാർത്ഥിക്കുന്നവരെ ശല്യപ്പെടുത്താതിരിക്കുവിൻ, ബി ന്യായവിലയ്ക്ക് പ്രാവുകളെ വിൽക്കുവിൻ, സി ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ, ഡി ജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതിരിക്കുവിൻ. ഉത്തരം സി ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. ചോദ്യം 35. പൂരിപ്പിക്കുക. അപ്പോൾ നന്മ ചെയ്തവർ ഡാഷ് ഉയിർപ്പിനായും തിന്മ ചെയ്തവർ ഡാഷ് ഉയിർപ്പിനായും പുറത്തു വരും. എ നിത്യജീവൻ്റെ ശിക്ഷാവിധിയുടെ, ബി ജീവൻ്റെ ശിക്ഷാവിധിയുടെ, സി ശിക്ഷാവിധിയുടെ ജീവൻ്റെ, ഡി ജീവൻ്റെ നരകശിക്ഷയുടെ. ഉത്തരം ബി ജീവൻ്റെ ശിക്ഷാവിധിയുടെ. ചോദ്യം 36. കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്താണ് ആഗ്രഹിച്ചത്? എ യേശുവിൻ്റെ സഹായം, ബി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ, സി യേശു ഒരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഡി യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ. ഉത്തരം ഡി യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ. ചോദ്യം 37. കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിച്ച യേശു ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? എ സമാധാനം നിങ്ങളോട് കൂടെ, ബി ഞാനാണ് ഭയപ്പെടേണ്ട, സി നിങ്ങളുടെ വിശ്വാസം എവിടെ, ഡി ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ഉത്തരം ബി ഞാനാണ് ഭയപ്പെടേണ്ട. ചോദ്യം 38. ആര് ആരോട് പറഞ്ഞു? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. എ യേശുവിൻ്റെ അമ്മ മണവാളനോട്, ബി യേശുവിൻ്റെ അമ്മ പരിചാരകരോട്, സി യേശുവിൻ്റെ അമ്മ കലവറക്കാരനോട്, ഡി യേശുവിൻ്റെ അമ്മ ശിഷ്യരോട്. ഉത്തരം ബി യേശുവിൻ്റെ അമ്മ പരിചാരകരോട്. ചോദ്യം 39. തിബേരിയാസിൽ നിന്ന് തന്നെ തേടി വരാനുള്ള ജനങ്ങളുടെ പ്രചോദനം എന്തായിരുന്നു എന്നാണ് യേശു അവരോട് പറയുന്നത്? എ അടയാളങ്ങൾ കണ്ടതുകൊണ്ട്, ബി അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട്, സി രക്ഷകനെ തിരിച്ചറിഞ്ഞതുകൊണ്ട്, ഡി അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. ഉത്തരം ഡി അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. ചോദ്യം 40. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന സ്നാപക യോഹന്നാൻ്റെ പ്രസ്താവന പഴയ നിയമത്തിലെ ഏത് വാക്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? എ ജെറമിയ 53:6-7, ബി മിക്ക 53:6-7, സി ഏശയ്യ 53:6-7, ഡി ഏശയ്യ 33:6-7. ഉത്തരം സി ഏശയ്യ 53:6-7. ചോദ്യം 41. ദൈവം ആരെന്നാണ് യോഹന്നാൻ 4:24 യേശു പ്രസ്താവിക്കുന്നത്? എ ദൈവം ആത്മാവാണ്, ബി തൻ്റെ പിതാവാണ്, സി സർവശക്തൻ, ഡി സ്നേഹം തന്നെയാണ്. ഉത്തരം എ ദൈവം ആത്മാവാണ്. ചോദ്യം 42. കാനായിലെ കല്യാണ വീട്ടിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? എ 8, ബി 12, സി 6, ഡി 7. ഉത്തരം സി 6. ചോദ്യം 43. യേശുവിനെക്കുറിച്ച് ലോകത്തിൻ്റെ പാപം നീക്കുന്ന എന്താണെന്നാണ് സ്നാപക യോഹന്നാൻ പ്രഖ്യാപിച്ചത്? എ അയക്കപ്പെട്ടവൻ, ബി അഭിഷിക്തൻ, സി ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഡി പുരോഹിതൻ. ഉത്തരം സി ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 44. പൂരിപ്പിക്കുക. എന്നെക്കുറിച്ച് ഡാഷ് വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം ഡാഷ് എനിക്കറിയാം. എ സാക്ഷ്യം നൽകുന്ന സത്യമാണെന്ന്, ബി സാക്ഷ്യം നൽകുന്ന വിശ്വസനീയമാണെന്ന്, സി സംസാരിക്കുന്ന സത്യമാണെന്ന്, ഡി സാക്ഷ്യം നൽകുന്ന ആത്മാർത്ഥമാണെന്ന്. ഉത്തരം എ സാക്ഷ്യം നൽകുന്ന സത്യമാണെന്ന്. ചോദ്യം 45. യേശുവിനെ തിരക്കി കഫർനാമിലെത്തിയ ജനങ്ങൾ
യേശുവിനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? എ. റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? ബി. റബ്ബി, അങ്ങ് ഞങ്ങളുടെ രാജാവായാലും. സി. റബ്ബി, അങ്ങാണ് ഞങ്ങൾ കാത്തിരുന്ന പ്രവാചകൻ. ഡി. റബ്ബി, അങ്ങ് ഇവിടെ താമസിച്ചാലും. ഉത്തരം എ. റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി. ചോദ്യം 46. കാനായിലെ കല്യാണ വീട്ടിലെ കൽഭരണികൾ എന്തിനു വേണ്ടിയുള്ളവയായിരുന്നു? എ. വീട്ടാവശ്യത്തിന് വെള്ളം നിറയ്ക്കാൻ. ബി. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ. സി. മഴവെള്ളം ശേഖരിക്കാൻ. ഡി. കൃഷി ആവശ്യത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ. ഉത്തരം ബി. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ. ചോദ്യം 47. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി എവിടേക്കാണ് പോയത്? എ. മലമുകളിലേക്ക്. ബി. കഫർനാമിലേക്ക്. സി. ജെറൂസലേമിലേക്ക്. ഡി. നസ്രത്തിലേക്ക്. ഉത്തരം ബി. കഫർനാമിലേക്ക്. ചോദ്യം 48. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. എങ്ങനെയുള്ള? എ. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന. ബി. നിയമങ്ങൾ അനുസരിക്കുന്ന. സി. ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്ന. ഡി. വിശുദ്ധിയിൽ ജീവിക്കുന്ന. ഉത്തരം സി. ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്ന. ചോദ്യം 49. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന സ്ഥലം ഏത്? എ. ജെറൂസലേമിൽ. ബി. ഗലീലിയയിൽ. സി. ജൂദയായിൽ. ഡി. ജോർദാൻ്റെ അക്കരെ ബഥാനിയായിൽ. ഉത്തരം ഡി. ജോർദാൻ്റെ അക്കരെ ബഥാനിയായിൽ. ചോദ്യം 50. പൂരിപ്പിക്കുക. കർത്താവ് ഡാഷ് ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് ഡാഷ് മറ്റു വള്ളങ്ങൾ വന്നു. എ. പ്രാർത്ഥിച്ച് തിബേരിയാസിൽ നിന്ന്. ബി. ആശീർവദിച്ച് തിബേരിയാസിൽ നിന്ന്. സി. കൃതജ്ഞതാസ്തോത്രം തിബേരിയാസിൽ നിന്ന്. ഡി. കൃതജ്ഞതാസ്തോത്രം കഫർനാമിൽ നിന്ന്. ഉത്തരം സി. കൃതജ്ഞതാസ്തോത്രം തിബേരിയാസിൽ നിന്ന്. ചോദ്യം 51. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 6:59. എവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യേശു ഇത് പറഞ്ഞത്? എ. ജെറൂസലേം ദേവാലയത്തിൽ. ബി. കഫർനാമിലെ സിനഗോഗിൽ. സി. മലമുകളിൽ. ഡി. ഗലീലി കടൽ തീരത്ത്. ഉത്തരം ബി. കഫർനാമിലെ സിനഗോഗിൽ. ചോദ്യം 52. യേശുവിൻ്റെ വചനങ്ങളിൽ ഏറ്റവും കഠിനമായി യഹൂദർക്കും ശിഷ്യന്മാർക്കും അനുഭവപ്പെട്ടതേത്? എ. നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതു ആകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. ബി. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക. സി. തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുക. ഡി. സ്വന്തം ശരീരം ഭക്ഷണവും രക്തം പാനീയവുമെന്ന് പറഞ്ഞത്. ഉത്തരം ഡി. സ്വന്തം ശരീരം ഭക്ഷണവും രക്തം പാനീയവുമെന്ന് പറഞ്ഞത്. ചോദ്യം 53. അധ്യായവും വാക്യവും എഴുതുക. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എ. യോഹന്നാൻ 6:63. ബി. യോഹന്നാൻ 6:65. സി. യോഹന്നാൻ 6:43. ഡി. യോഹന്നാൻ 6:53. ഉത്തരം എ. യോഹന്നാൻ 6:63. ചോദ്യം 54. അധ്യായവും വാക്യവും എഴുതുക. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എ. യോഹന്നാൻ 6:63. ബി. യോഹന്നാൻ 6:65. സി. യോഹന്നാൻ 6:43. ഡി. യോഹന്നാൻ 6:53. ഉത്തരം ബി. യോഹന്നാൻ 6:65. ചോദ്യം 55. വചനം എഴുതുക. യോഹന്നാൻ 6:35. ഉത്തരം യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല.
എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ചോദ്യം 56. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 5:46. പഴയ നിയമത്തിൽ മോശ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമേത്? എ. നിയമാവർത്തനം 18:15. ബി. സങ്കീർത്തനം 18:15. സി. ജെറമിയ 18:15. ഡി. സംഖ്യ 18:15. ഉത്തരം എ. നിയമാവർത്തനം 18:15. ചോദ്യം 57. പീലിപ്പോസിൻ്റെ ജന്മദേശം ഏത്? എ. ബഥാനിയ. ബി. ബത്സൈദ. സി. കാന. ഡി. ബെത്ലഹേം. ഉത്തരം ബി. ബത്സൈദ. ചോദ്യം 58. യേശുവിനെക്കുറിച്ച് നഥാനിയേലിനോട് സംസാരിക്കുമ്പോൾ പീലിപ്പോസ് യേശുവിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ? എ. തച്ചൻ്റെ മകൻ, നസറത്തിൽ നിന്നുള്ള യേശു. ബി. ജോസഫിൻ്റെ മകൻ, ദാവീദിൻ്റെ പുത്രൻ. സി. ജോസഫിൻ്റെ മകൻ, നസറത്തിൽ നിന്നുള്ള യേശു. ഡി. മേരിയുടെ മകൻ, നസറത്തിൽ നിന്നുള്ള യേശു. ഉത്തരം സി. ജോസഫിൻ്റെ മകൻ, നസറത്തിൽ നിന്നുള്ള യേശു. ചോദ്യം 59. നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന നഥാനയേലിൻ്റെ ചോദ്യത്തിന് പീലിപ്പോസ് നൽകുന്ന മറുപടി എന്താണ്? എ. വന്നു കാണുക. ബി. അനുഭവിച്ചറിയുക. സി. പറഞ്ഞാൽ മനസ്സിലാക്കില്ല. ഡി. കാത്തിരുന്ന് കാണാം. ഉത്തരം എ. വന്നു കാണുക. ചോദ്യം 60. നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് യേശു ആരെക്കുറിച്ചാണ് പറയുന്നത്? എ. ശിമയോനെക്കുറിച്ച്. ബി. നഥാനയേലിനെക്കുറിച്ച്. സി. അന്ത്രയോസിനെക്കുറിച്ച്. ഡി. പീലിപ്പോസിനെക്കുറിച്ച്. ഉത്തരം ബി. നഥാനയേലിനെക്കുറിച്ച്. ചോദ്യം 61. പീലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് നഥാനയേലിനെ താൻ എവിടെ കണ്ടു എന്നാണ് യേശു പറയുന്നത്? എ. ജോർദാൻ്റെ മറുകരയിൽ. ബി. കടൽക്കരയിൽ വച്ച്. സി. ജെറുസലേം ദേവാലയത്തിൽ വച്ച്. ഡി. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ. ഉത്തരം ഡി. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ. ചോദ്യം 62. നാലാമത്തെ സുവിശേഷത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? എ. വിശുദ്ധ പൗലോസ്. ബി. വിശുദ്ധ യോഹന്നാൻ. സി. വിശുദ്ധ മർക്കോസ്. ഡി. വിശുദ്ധ മത്തായി. ഉത്തരം ബി. വിശുദ്ധ യോഹന്നാൻ. ചോദ്യം 63. യോഹന്നാൻ്റെ സുവിശേഷം രചിക്കപ്പെട്ട വർഷമേത്? എ. AD 58. ബി. AD 65. സി. AD 95. ഡി. AD 72. ഉത്തരം സി. AD 95. ചോദ്യം 64. യോഹന്നാൻ്റെ സുവിശേഷത്തെ വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? എ. പ്രത്യാശയുടെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും. ബി. വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും. സി. വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്നും കരുണയുടെ സുവിശേഷം എന്നും. ഡി. അനുഭവത്തിൻ്റെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും. ഉത്തരം ബി. വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും. ചോദ്യം 65. സുവിശേഷ രചനയിൽ യോഹന്നാനെ സ്വാധീനിച്ച സമകാലീന ചിന്താധാരകൾ ഏതെല്ലാം? എ. ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, തത്വചിന്ത. ബി. ജ്ഞാനവാദം, ദ്വൈതവാദം, ഗ്രീക്ക് ദാർശനികത, യവനചിന്ത. സി. ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, യവനചിന്ത. ഡി. ജ്ഞാനവാദം, മെസ്സിയാനിക് ചിന്ത, യഹൂദചിന്ത, യവനചിന്ത. ഉത്തരം സി. ജ്ഞാനവാദം, ദ്വൈതവാദം, യഹൂദചിന്ത, യവനചിന്ത. ചോദ്യം 66. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആരു കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത്? എ. പുരോഹിത പ്രമുഖർ. ബി. ഫരിസേയർ. സി. ജനപ്രമാണികൾ. ഡി. നിയമജ്ഞർ. ഉത്തരം ബി. ഫരിസേയർ. ചോദ്യം 67.
യോഹന്നാൻ്റെ സുവിശേഷം രചിക്കപ്പെട്ട സ്ഥലമേത്? എ. റോമ, ബി. ഗ്രീസ്, സി. ജെറുസലേം, ഡി. എഫേസോസ്. ഉത്തരം ഡി. എഫേസോസ്. ചോദ്യം 68. യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്ത് താമസിക്കുമ്പോൾ ആരാണ് ജനങ്ങൾക്ക് നേരിട്ട് സ്നാനം നൽകിയിരുന്നത്? എ. യേശു, ബി. യേശുവിൻ്റെ ശിഷ്യന്മാർ, സി. പുരോഹിതർ, ഡി. സദുക്കായർ. ഉത്തരം ബി. യേശുവിൻ്റെ ശിഷ്യന്മാർ. ചോദ്യം 69. യേശു യൂദയായിൽ നിന്ന് വീണ്ടും എവിടേക്കാണ് പോയത്? എ. ഗലീലിയിലേക്ക്, ബി. ജെറുസലേമിലേക്ക്, സി. ബെഥാനിയയിലേക്ക്, ഡി. ജോർദാനിലേക്ക്. ഉത്തരം എ. ഗലീലിയിലേക്ക്. ചോദ്യം 70. പൂരിപ്പിക്കുക. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ ഡാഷ് പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? എ. വായിക്കുന്നില്ലെങ്കിൽ, ബി. വിശ്വസിക്കുന്നില്ലെങ്കിൽ, സി. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, ഡി. അവഗണിക്കുന്നുവെങ്കിൽ. ഉത്തരം ബി. വിശ്വസിക്കുന്നില്ലെങ്കിൽ. ചോദ്യം 71. അധ്യായവും വാക്യവും ഏത്? പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എ. യോഹന്നാൻ 5:33, ബി. യോഹന്നാൻ 5:54, സി. യോഹന്നാൻ 5:44, ഡി. യോഹന്നാൻ 5:24. ഉത്തരം സി. യോഹന്നാൻ 5:44. ചോദ്യം 72. അധ്യായവും വാക്യവും ഏത്? സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. എ. യോഹന്നാൻ 5:30, ബി. യോഹന്നാൻ 5:40, സി. യോഹന്നാൻ 5:20, ഡി. യോഹന്നാൻ 5:10. ഉത്തരം എ. യോഹന്നാൻ 5:30. ചോദ്യം 73. വചനം എഴുതുക. പഴയ നിയമത്തിൽ മോശ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനം ഏത്? നിയമാവർത്തനം 18:15. ഉത്തരം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ചോദ്യം 74. പെസഹ തിരുനാളിന് ജെറുസലേമിലായിരിക്കുമ്പോൾ യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ജനങ്ങളിൽ ഉണ്ടായ മാറ്റം എന്താണ്? എ. വളരെ പേർ മാനസാന്തരപ്പെട്ടു, ബി. വളരെ പേർ യഹൂദമതം ഉപേക്ഷിച്ചു, സി. വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു, ഡി. വളരെ പേർ ശിഷ്യന്മാരെ വിശ്വസിച്ചു. ഉത്തരം സി. വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ചോദ്യം 75. മനുഷ്യനെപ്പറ്റി യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത് എന്താണ്? എ. മനുഷ്യനിലുള്ളത് എന്താണെന്ന്, ബി. മനുഷ്യ ശരീരത്തെക്കുറിച്ച്, സി. മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച്, ഡി. മനുഷ്യൻ്റെ വേദനകളെക്കുറിച്ച്. ഉത്തരം എ. മനുഷ്യനിലുള്ളത് എന്താണെന്ന്. ചോദ്യം 76. അധ്യായവും വാക്യവും ഏത്? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. എ. യോഹന്നാൻ 2:19, ബി. യോഹന്നാൻ 2:17, സി. യോഹന്നാൻ 2:22, ഡി. യോഹന്നാൻ 2:10. ഉത്തരം എ. യോഹന്നാൻ 2:19. ചോദ്യം 77. അധ്യായവും വാക്യവും ഏത്? യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. എ. യോഹന്നാൻ 2:22, ബി. യോഹന്നാൻ 2:8, സി. യോഹന്നാൻ 2:14, ഡി. യോഹന്നാൻ 2:24. ഉത്തരം ഡി. യോഹന്നാൻ 2:24. ചോദ്യം 78. അധ്യായവും വാക്യവും ഏത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എ. യോഹന്നാൻ 5:44,
ബി യോഹന്നാൻ 5:14, സി യോഹന്നാൻ 5:34, ഡി യോഹന്നാൻ 5:24. ഉത്തരം ഡി യോഹന്നാൻ 5:24. ചോദ്യം 79. അധ്യായവും വാക്യവും ഏത്? എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. എ യോഹന്നാൻ 4:24, ബി യോഹന്നാൻ 5:14, സി യോഹന്നാൻ 4:14, ഡി യോഹന്നാൻ 4:11. ഉത്തരം സി യോഹന്നാൻ 4:14. ചോദ്യം 80. ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ എന്ത് കണ്ടാണ് അത്ഭുതപ്പെട്ടത്? എ യേശു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട്, ബി യേശു കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നത് കണ്ട്, സി യേശു ഒരു സ്ത്രീയോടൊപ്പം നടന്നു പോകുന്നത് കണ്ട്, ഡി യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട്. ഉത്തരം ഡി യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട്. ചോദ്യം 81. അധ്യായവും വാക്യവും ഏത്? അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. എ യോഹന്നാൻ 3:42, ബി യോഹന്നാൻ 3:33, സി യോഹന്നാൻ 3:32, ഡി യോഹന്നാൻ 3:22. ഉത്തരം സി യോഹന്നാൻ 3:32. ചോദ്യം 82. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന എന്തിനു വേണ്ടി അധ്വാനിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്? എ വചനമാകുന്ന അപ്പത്തിനു വേണ്ടി, ബി നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി, സി വിശപ്പ് മാറ്റുന്ന അപ്പത്തിനു വേണ്ടി, ഡി സമാധാനമാകുന്ന അപ്പത്തിനു വേണ്ടി. ഉത്തരം ബി നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി. ചോദ്യം 83. എന്തിനു വേണ്ടിയാണ് താൻ ജലത്താൽ സ്നാനം നൽകുന്നതെന്നാണ് സ്നാപക യോഹന്നാൻ പ്രഖ്യാപിക്കുന്നത്? എ യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി, ബി ജനത്തെ വിശദീകരിക്കാൻ, സി ജനത്തിന് അടയാളം നൽകാൻ, ഡി ഒരുങ്ങിയിരിക്കാൻ വേണ്ടി. ഉത്തരം എ യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. ചോദ്യം 84. സ്നാപക യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകിയപ്പോൾ യേശു എപ്രകാരമാണ് സ്നാനം നൽകുക എന്നാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്? എ പിതാവിൻ്റെ നാമത്തിൽ, ബി പുത്രൻ്റെ നാമത്തിൽ, സി അഗ്നി കൊണ്ട്, ഡി പരിശുദ്ധാത്മാവ് കൊണ്ട്. ഉത്തരം ഡി പരിശുദ്ധാത്മാവ് കൊണ്ട്. ചോദ്യം 85. അധ്യായവും വാക്യവും ഏത്? അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. എ യോഹന്നാൻ 1:50, ബി യോഹന്നാൻ 1:41, സി യോഹന്നാൻ 1:31, ഡി യോഹന്നാൻ 1:51. ഉത്തരം ഡി യോഹന്നാൻ 1:51. ചോദ്യം 86. അധ്യായവും വാക്യവും ഏത്? പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എ യോഹന്നാൻ 5:24, ബി യോഹന്നാൻ 5:41, സി യോഹന്നാൻ 5:14, ഡി യോഹന്നാൻ 5:34. ഉത്തരം സി യോഹന്നാൻ 5:14. ചോദ്യം 87. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 22, ബി 28, സി 38, ഡി 36. ഉത്തരം ഡി 36. ചോദ്യം 88. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്ന് യേശു ആരെപ്പറ്റിയാണ് പറയുന്നത്? എ യേശയ്യാ പ്രവാചകനെപ്പറ്റി, ബി ഏലിയ പ്രവാചകനെപ്പറ്റി, സി മോശയെപ്പറ്റി, ഡി സ്നാപക യോഹന്നാനെപ്പറ്റി. ഉത്തരം ഡി സ്നാപക യോഹന്നാനെപ്പറ്റി. ചോദ്യം 89. ആര് വരുമ്പോൾ തങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കും എന്നാണ് സമരിയാക്കാരി സ്ത്രീ അവകാശപ്പെടുന്നത്? എ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ബി ദൈവപുത്രൻ വരുമ്പോൾ, സി മനുഷ്യപുത്രൻ വരുമ്പോൾ,
ഡി മിശിഹ ക്രിസ്തു വരുമ്പോൾ? ഉത്തരം ഡി മിശിഹ ക്രിസ്തു വരുമ്പോൾ. ചോദ്യം 90. കാനായിലെ കല്യാണ വീട്ടിലെ കൽഭരണികളിൽ ഓരോന്നിലും എന്തുമാത്രം വെള്ളം കൊള്ളുമായിരുന്നു? എ 2-3 ലിറ്റർ, ബി 1-2 അളവ്, സി 2-3 അളവ്, ഡി 3-4 അളവ്. ഉത്തരം സി 2-3 അളവ്. ചോദ്യം 91. സ്നാപക യോഹന്നാൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചത് എന്താണ്? എ ഞാൻ ഏലിയ ആകുന്നു, ബി ഞാൻ ക്രിസ്തുവല്ല, സി ഞാൻ ജെറമിയ പ്രവചിച്ചവനാകുന്നു, ഡി ഞാൻ മരുഭൂമിയിലെ നീർച്ചാൽ ആകുന്നു. ഉത്തരം ബി ഞാൻ ക്രിസ്തുവല്ല. ചോദ്യം 92. എപ്രകാരമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നാണ് നിക്കോദേമോസ് പ്രഖ്യാപിക്കുന്നത്? എ വിശുദ്ധനായ, ബി പ്രവാചകനായ, സി അയക്കപ്പെട്ട, ഡി ദൈവം കൂടെയുള്ള. ഉത്തരം ഡി ദൈവം കൂടെയുള്ള. ചോദ്യം 93. യേശുവിനെക്കുറിച്ചുള്ള സമരിയാക്കാരി സ്ത്രീയുടെ വിവരണം കേട്ട പട്ടണവാസികൾ എന്താണ് ചെയ്തത്? എ അവർ മുഖവിലയ്ക്കെടുത്തില്ല, ബി അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു, സി അവർ സമരിയാക്കാരി സ്ത്രീയെ ആട്ടിപ്പായിച്ചു, ഡി അവർ അവരുടെ ജോലികളിൽ മുഴുകി. ഉത്തരം ബി അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. ചോദ്യം 94. യോഹന്നാൻ 5:27 പ്രകാരം എന്തുകൊണ്ടാണ് പിതാവായ ദൈവം വിധിക്കാനുള്ള അധികാരവും പുത്രന് നൽകിയിരിക്കുന്നത്? എ ദൈവപുത്രനായതുകൊണ്ട്, ബി മനുഷ്യപുത്രനായതുകൊണ്ട്, സി വചനം മാംസം ധരിച്ചതുകൊണ്ട്, ഡി തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട്. ഉത്തരം ബി മനുഷ്യപുത്രനായതുകൊണ്ട്. ചോദ്യം 95. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് എന്ത് ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? എ മനുഷ്യൻ്റെ വിശപ്പകറ്റുന്നു, ബി ലോകത്തിന് പ്രകാശം നൽകുന്നു, സി ലോകത്തിന് ജീവൻ നൽകുന്നു, ഡി ലോകത്തിന് സമാധാനം നൽകുന്നു. ഉത്തരം സി ലോകത്തിന് ജീവൻ നൽകുന്നു. ചോദ്യം 96. വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് കലവറക്കാരൻ അറിഞ്ഞില്ല, എന്നാൽ അതറിയാവുന്നവർ ആരായിരുന്നു? എ ശിഷ്യന്മാർ, ബി മണവാളൻ, സി സഹോദരന്മാർ, ഡി വെള്ളം കോരിയ പരിചാരകർ. ഉത്തരം ഡി വെള്ളം കോരിയ പരിചാരകർ. ചോദ്യം 97. മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, പിന്നെ ആരെന്നാണ് യേശു അവകാശപ്പെടുന്നത്? എ അബ്രാഹം, ബി ഏലിയ, സി ദാവീദ്, ഡി എൻ്റെ പിതാവ്. ഉത്തരം ഡി എൻ്റെ പിതാവ്. ചോദ്യം 98. യേശുവുമായുള്ള സംഭാഷണത്തിന് ശേഷം പട്ടണത്തിലെത്തിയ സമരിയാക്കാരി സ്ത്രീ പട്ടണവാസികളോട് പ്രകടിപ്പിച്ച സംശയം എന്താണ്? എ ചാരൻ എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്, ബി പ്രവാചകനെ പോലുള്ള ഒരു വ്യക്തിയെ കണ്ടു, സി തന്നോട് സംസാരിച്ച വ്യക്തി തന്നെയായിരിക്കുമോ ക്രിസ്തു, ഡി രാജാവ് എന്ന് തോന്നിക്കുന്ന ഒരാൾ അവിടെയുണ്ട്. ഉത്തരം സി തന്നോട് സംസാരിച്ച വ്യക്തി തന്നെയായിരിക്കുമോ ക്രിസ്തു. ചോദ്യം 99. ആരെന്ന് പറഞ്ഞാണ് സ്നാപക യോഹന്നാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത്? എ അയക്കപ്പെട്ടവൻ, ബി ദൈവപുത്രൻ, സി ഏശയ്യ പ്രവചിച്ചവൻ, ഡി ദൈവത്തിൻ്റെ വാഗ്ദാനം. ഉത്തരം ബി ദൈവപുത്രൻ. ചോദ്യം 100. യേശുവിനെ എവിടെ നിന്ന് വന്ന ഗുരു എന്നാണ് നിക്കോദേമസ് വിശേഷിപ്പിക്കുന്നത്? എ ദൈവത്തിൽ നിന്ന് വന്ന, ബി നസറത്തിൽ നിന്ന് വന്ന, സി ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് വന്ന, ഡി സ്വർഗത്തിൽ നിന്ന് വന്ന. ഉത്തരം എ ദൈവത്തിൽ നിന്ന് വന്ന. ചോദ്യം 101. രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്ത വാക്ക് ഏതാണ്? എ കർത്താവേ, ബി ദാവീദിൻ്റെ പുത്ര, സി റബ്ബി, ഡി യേശുവേ. ഉത്തരം സി റബ്ബി. ചോദ്യം 102. യേശുവുമായുള്ള സംഭാഷണത്തിന് ശേഷം കുടം കിണറ്റുകരയിൽ വച്ചിട്ട് സമരിയാക്കാരി സ്ത്രീ ഏത് പട്ടണത്തിലേക്കാണ് പോയത്? എ സാലിം, ബി അരിമത്തിയ,
സി സിച്ചാർ, ഡി സിക്കാർ. ഉത്തരം ഡി സിക്കാർ. ചോദ്യം 103. അധ്യായവും വാക്യവും എഴുതുക. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. എ യോഹന്നാൻ 6:63, ബി യോഹന്നാൻ 6:65, സി യോഹന്നാൻ 6:43, ഡി യോഹന്നാൻ 6:27. ഉത്തരം ഡി യോഹന്നാൻ 6:27. ചോദ്യം 104. വീഞ്ഞായി മാറിയ വെള്ളം ആരുടെ അടുത്ത് കൊണ്ടുചെല്ലുവാനാണ് യേശു കൽപ്പിച്ചത്? എ കലവറക്കാരൻ്റെ, ബി വിരുന്നുകാരുടെ അടുത്തേക്ക്, സി അമ്മയുടെ അടുത്തേക്ക്, ഡി ശിഷ്യന്മാരുടെ അടുത്തേക്ക്. ഉത്തരം എ കലവറക്കാരൻ്റെ. ചോദ്യം 105. അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന വചനഭാഗം പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളിൽ ഉണ്ട്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം സി 4. ചോദ്യം 106. ആത്മാവ് എന്തിനെപ്പോലെയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് യേശുവിൻ്റെ മേൽ ആവസിച്ചത്? എ അഗ്നിനാളമായി, ബി പ്രാവിനെപ്പോലെ, സി കൊടുങ്കാറ്റായി, ഡി മേഘസ്തംഭമായി. ഉത്തരം ബി പ്രാവിനെപ്പോലെ. ചോദ്യം 107. യോഹന്നാൻ്റെ സുവിശേഷത്തെ പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെ? എ അടയാളങ്ങളുടെ പുസ്തകം ഉത്ഥാനത്തിൻ്റെ പുസ്തകം, ബി അടയാളങ്ങളുടെ പുസ്തകം രക്ഷയുടെ സുവിശേഷം, സി പരസ്യജീവിതത്തിൻ്റെ പുസ്തകം മഹത്വത്തിൻ്റെ പുസ്തകം, ഡി അടയാളങ്ങളുടെ പുസ്തകം മഹത്വത്തിൻ്റെ പുസ്തകം. ഉത്തരം ഡി അടയാളങ്ങളുടെ പുസ്തകം മഹത്വത്തിൻ്റെ പുസ്തകം. ചോദ്യം 108. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അനുബന്ധം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായവും വാക്യവും എഴുതുക. എ യോഹന്നാൻ 21:1-25, ബി യോഹന്നാൻ 22:1-25, സി യോഹന്നാൻ 21:1-28, ഡി യോഹന്നാൻ 21:1-15. ഉത്തരം എ യോഹന്നാൻ 21:1-25. ചോദ്യം 109. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകമെന്ത്? എ ആദ്യ ശിഷ്യന്മാർ, ബി സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം, സി ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഡി വചനം മനുഷ്യനായി. ഉത്തരം ഡി വചനം മനുഷ്യനായി. ചോദ്യം 110. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട്? എ 4, ബി 5, സി 6, ഡി 3. ഉത്തരം ബി 5. ചോദ്യം 111. വചനത്തെ എന്തായിട്ടാണ് യോഹന്നാൻ സുവിശേഷകൻ വിശേഷിപ്പിക്കുന്നത്? എ വാളായി, ബി ദൈവമായി, സി രക്ഷകനായി, ഡി ജീവിതമായി. ഉത്തരം ബി ദൈവമായി. ചോദ്യം 112. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി എന്താണ്? എ നിയമമനുസരിച്ച് ജീവിക്കുക, ബി വിശുദ്ധിയിൽ ജീവിക്കുക, സി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, ഡി എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കുക. ഉത്തരം സി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ചോദ്യം 113. പൂരിപ്പിക്കുക. യേശു തൻ്റെ ഡാഷ് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ഡാഷ് ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം? എ മഹത്വം അടയാളങ്ങളുടെ, ബി ദൗത്യം അത്ഭുതങ്ങളുടെ, സി മഹത്വം അത്ഭുതങ്ങളുടെ, ഡി ദൈവത്വം അടയാളങ്ങളുടെ. ഉത്തരം എ മഹത്വം അടയാളങ്ങളുടെ. ചോദ്യം 114. പിതാവ് അയച്ചവനിൽ വിശ്വസിക്കാത്തവരിൽ എന്തു വസിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്? എ പരിശുദ്ധാത്മാവ്, ബി ദൈവത്തിൻ്റെ വചനം, സി നിത്യജീവൻ, ഡി ജീവൻ്റെ വചനം. ഉത്തരം ബി ദൈവത്തിൻ്റെ വചനം. ചോദ്യം 115. അധ്യായവും വാക്യവും ഏത്?
നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. എ യോഹന്നാൻ 4:28, ബി യോഹന്നാൻ 4:31, സി യോഹന്നാൻ 3:38, ഡി യോഹന്നാൻ 4:38. ഉത്തരം ഡി യോഹന്നാൻ 4:38. ചോദ്യം 116. പട്ടണത്തിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് യേശുവിനോട് എപ്രകാരമാണ് പ്രതികരിച്ചത്? എ അവർ സംശയത്തോടെ വീക്ഷിച്ചു, ബി ശിഷ്യന്മാർ നിശബ്ദരായിരുന്നു, സി സമരിയാക്കാരിയോട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു, ഡി യേശുവിനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ടുപോയി. ഉത്തരം ബി ശിഷ്യന്മാർ നിശബ്ദരായിരുന്നു. ചോദ്യം 117. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമസിനു നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? എ ഫരിസേയൻ ജനപ്രമാണി, ബി പുരോഹിതൻ യഹൂദ പ്രമാണി, സി ഫരിസേയൻ യഹൂദ പണ്ഡിതൻ, ഡി ഫരിസേയൻ യഹൂദ പ്രമാണി. ഉത്തരം ഡി ഫരിസേയൻ യഹൂദ പ്രമാണി. ചോദ്യം 118. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു കൽപ്പിച്ചപ്പോൾ പരിചാരകർ എന്തുമാത്രം നിറച്ചു? എ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ബി പകുതിയോളം, സി വക്കോളം നിറച്ചു, ഡി 1/4 ഭാഗത്തോളം. ഉത്തരം സി വക്കോളം നിറച്ചു. ചോദ്യം 119. അധ്യായവും വാക്യവും ഏത്? അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. എ യോഹന്നാൻ 2:15, ബി യോഹന്നാൻ 2:5, സി യോഹന്നാൻ 2:8, ഡി യോഹന്നാൻ 2:9. ഉത്തരം ബി യോഹന്നാൻ 2:5. ചോദ്യം 120. 25-ഓ 30-ഓ ഡാഷ് തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് ഡാഷ് സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. എ കിലോമീറ്റർ ദൂരം വള്ളത്തെ, ബി സ്താദിയോൻ ദൂരം കരയെ, സി സ്താദിയോൻ ദൂരം തങ്ങളെ, ഡി സ്താദിയോൻ ദൂരം വള്ളത്തെ. ഉത്തരം ഡി സ്താദിയോൻ ദൂരം വള്ളത്തെ. ചോദ്യം 121. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെ കൂടാതെ മറ്റാരെയാണ് യേശു ദേവാലയത്തിൽ കണ്ടത്? എ നാണയം മാറ്റാനിരിക്കുന്നവരെ, ബി പുരോഹിത പ്രമുഖന്മാരെ, സി ദേവാലയ ശുശ്രൂഷകരെ, ഡി സദുക്കായരെ. ഉത്തരം എ നാണയം മാറ്റാനിരിക്കുന്നവരെ. ചോദ്യം 122. എൻ്റെ വിധി നീതിപൂർവകവുമാണ് എന്ന് യേശു പറയാൻ കാരണമെന്ത്? എ നിയമം പാലിച്ച് വിധിക്കുന്നതുകൊണ്ട്, ബി ജ്ഞാനത്തിൽ നിന്ന് വിധിക്കുന്നതുകൊണ്ട്, സി ദൈവപുത്രനായതുകൊണ്ട്, ഡി പിതാവിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്നതുകൊണ്ട്. ഉത്തരം ഡി പിതാവിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്നതുകൊണ്ട്. ചോദ്യം 123. അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർ എപ്പോഴാണ് കടൽക്കരയിലേക്ക് പോയത്? എ വൈകുന്നേരമായപ്പോൾ, ബി രാത്രിയായപ്പോൾ, സി അതിരാവിലെ, ഡി 6-ാം മണിക്കൂറിൽ. ഉത്തരം എ വൈകുന്നേരമായപ്പോൾ. ചോദ്യം 124. അധ്യായവും വാക്യവും ഏത്? നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എ യോഹന്നാൻ 1:48, ബി യോഹന്നാൻ 1:44, സി യോഹന്നാൻ 1:47, ഡി യോഹന്നാൻ 1:37. ഉത്തരം സി യോഹന്നാൻ 1:47. ചോദ്യം 125. എന്തു ചെയ്യുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്നാണ് യേശു നിക്കോദേമസിനോട് പറയുന്നത്? എ വിശുദ്ധ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ, ബി നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, സി വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ഡി പ്രമാണങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ. ഉത്തരം സി വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ. ചോദ്യം 126. യോഹന്നാൻ 3:4 എത്ര ചോദ്യങ്ങളാണ് നിക്കോദേമോസ് യേശുവിനോട് ചോദിക്കുന്നത്? എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ബി 2.
ചോദ്യം 127. എപ്രകാരമുള്ള മനുഷ്യരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് യേശു നിക്കോദേമോസിനോട് പറയുന്നത്? എ. വിശുദ്ധിയിൽ ജീവിക്കുന്നവർ. ബി. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവൻ. സി. സമാധാനം സ്ഥാപിക്കുന്നവർ. ഡി. പ്രമാണങ്ങൾ അനുസരിക്കുന്നവർ. ഉത്തരം ബി. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവൻ. ചോദ്യം 128. പൂരിപ്പിക്കുക. ഡാഷ് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ഡാഷ്. എ. സ്ത്രീയിൽ നിന്ന് ആത്മാവും. ബി. മാംസത്തിൽ നിന്ന് ജ്ഞാനവും. സി. മാംസത്തിൽ നിന്ന് ആത്മാവും. ഡി. മാംസത്തിൽ നിന്ന് വിശുദ്ധിയും. ഉത്തരം സി. മാംസത്തിൽ നിന്ന് ആത്മാവും. ചോദ്യം 129. ആത്മാവിൽ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ യേശു എന്തിൻ്റെ ഉദാഹരണമാണ് ഉപയോഗിക്കുന്നത്? എ. കൃഷിക്കാരൻ്റെ. ബി. കാറ്റിൻ്റെ. സി. നല്ല ഇടയൻ്റെ. ഡി. പ്രകാശത്തിൻ്റെ. ഉത്തരം ബി. കാറ്റിൻ്റെ. ചോദ്യം 130. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 45. ബി. 52. സി. 47. ഡി. 57. ഉത്തരം സി. 47. ചോദ്യം 131. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്ത്? എ. ബത്സദായിലെ രോഗശാന്തി. ബി. പുത്രൻ്റെ അധികാരം. സി. യേശുവിൻ്റെ സാക്ഷ്യം. ഡി. അപ്പം വർദ്ധിപ്പിക്കുന്നു. ഉത്തരം എ. ബത്സദായിലെ രോഗശാന്തി. ചോദ്യം 132. അജകവാടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ ഭാഗമേത്? എ. ജെറമിയ 3:1 12:39. ബി. നെഹമിയ 3:11 12:39. സി. നെഹമിയ 3:1 12:38. ഡി. നെഹമിയ 3:1 12:39. ഉത്തരം ഡി. നെഹമിയ 3:1 12:39. ചോദ്യം 133. ബത്സദ കുളം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? എ. യൂദയായിലെ ബെത്ലഹേമിൽ. ബി. ഗലീലി തടാകത്തിന് സമീപം. സി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ഡി. ജെറുസലേമിൽ മത്സ്യകവാടത്തിനടുത്ത്. ഉത്തരം സി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ചോദ്യം 134. ബത്സദ എന്ന പദം ഏത് ഭാഷയിൽ ഉൾപ്പെട്ടതാണ്? എ. അരമായ. ബി. ഹെബ്രായ. സി. ഗ്രീക്ക്. ഡി. ലത്തീൻ. ഉത്തരം ബി. ഹെബ്രായ. ചോദ്യം 135. കാറ്റിൻ്റെ ഉദാഹരണത്തിലൂടെ വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിക്കോദേമോസിൻ്റെ മറുപടി എന്തായിരുന്നു? എ. കൂടുതൽ വിശദീകരണം നൽകണമേ. ബി. ഇത് ഗ്രഹിക്കാൻ വളരെ കഠിനമാണ്. സി. എനിക്ക് കൂടുതൽ അറിവ് നൽകണമേ. ഡി. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഉത്തരം ഡി. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും. ചോദ്യം 136. യേശു നിക്കോദേമോസിനെ എപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത്? എ. യഹൂദ പ്രമാണി. ബി. ഇസ്രായേലിലെ ഗുരു. സി. അനേകരുടെ വഴികാട്ടി. ഡി. നിഷ്കപടനായ ഫരിസേയൻ. ബി. ഇസ്രായേലിലെ ഗുരു. ചോദ്യം 137. പൂരിപ്പിക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ ഡാഷ് സംസാരിക്കുന്നു, ഡാഷ് സാക്ഷ്യപ്പെടുത്തുന്നു. എ. കേട്ടവയെപ്പറ്റി കണ്ടവയെപ്പറ്റി. ബി. അറിയുന്നവയെപ്പറ്റി കേട്ടവയെപ്പറ്റി. സി. സത്യം വചനം. ഡി. അറിയുന്നവയെപ്പറ്റി കണ്ടവയെപ്പറ്റി. ഉത്തരം ഡി. അറിയുന്നവയെപ്പറ്റി കണ്ടവയെപ്പറ്റി. ചോദ്യം 138. എന്തിനെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്നാണ് യേശു ചോദിക്കുന്നത്? എ. ഭൗമിക കാര്യങ്ങളെപ്പറ്റി. ബി. ലൗകിക കാര്യങ്ങളെപ്പറ്റി. സി. ശാസ്ത്രീയ കാര്യങ്ങളെപ്പറ്റി. ഡി. നാട്ടിലെ കാര്യങ്ങളെപ്പറ്റി. ഉത്തരം എ. ഭൗമിക കാര്യങ്ങളെപ്പറ്റി.
ചോദ്യം 139. സ്വർഗത്തിൽ കയറിയിട്ടുള്ള ഏക വ്യക്തി ആരെന്നാണ് യേശു പ്രസ്താവിക്കുന്നത്? എ. അബ്രാഹം, ബി. മോശ, സി. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രൻ, ഡി. ഏലിയ. ഉത്തരം സി. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രൻ. ചോദ്യം 140. എത്രാം ദിവസമാണ് ഗലീലിയിലെ കാനായിൽ വിവാഹവിരുന്ന് നടന്നത്? എ. 2-ാം ദിവസം, ബി. 3-ാം ദിവസം, സി. 4-ാം ദിവസം, ഡി. 7-ാം ദിവസം. ഉത്തരം ബി. 3-ാം ദിവസം. ചോദ്യം 141. 3-ാം ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനം എന്ത്? എ. യഹൂദരുടെ വിവാഹകർമ്മത്തിൽ ഉപയോഗിക്കുന്ന പദം, ബി. ഒരു പ്രത്യേക സംഭവത്തിന് ശേഷം 3-ാമത്തെ ദിവസം, സി. നഥാനിയേൽ യേശുവിനെ കണ്ടുമുട്ടിയതിൻ്റെ 3-ാം ദിവസം, ഡി. മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഉത്തരം ഡി. മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. ചോദ്യം 142. കാനായിലെ വിവാഹവിരുന്നിൽ പങ്കെടുക്കാനെത്തിയ ഒരു വ്യക്തിയെ പ്രത്യേകമായി എടുത്തു പറയുന്നു. ആരാണ് ആ വ്യക്തി? എ. ശിമയോൻ, ബി. യേശുവിൻ്റെ അമ്മ, സി. നഥാനിയേൽ, ഡി. യോഹന്നാൻ. ഉത്തരം ബി. യേശുവിൻ്റെ അമ്മ. ചോദ്യം 143. യോഹന്നാൻ 2:2 പ്രകാരം കാനായിലെ വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ആരൊക്കെ? എ. ഫരിസേയരും നിയമജ്ഞരും, ബി. പുരോഹിതരും ജനപ്രമാണികളും, സി. യേശുവും ശിഷ്യന്മാരും, ഡി. അയൽക്കാരും ബന്ധുക്കളും. ഉത്തരം സി. യേശുവും ശിഷ്യന്മാരും. ചോദ്യം 144. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് എന്താണ് പറഞ്ഞത്? എ. അവർക്ക് വീഞ്ഞില്ല, ബി. അവരുടെ വീഞ്ഞ് തീർന്നുപോയി, സി. അവർക്ക് വീഞ്ഞ് ഉണ്ടാക്കി നൽകണം, ഡി. വീഞ്ഞിന് ഇനി എവിടെ പോകും. ഉത്തരം എ. അവർക്ക് വീഞ്ഞില്ല. ചോദ്യം 145. 25-30 സ്ഥാദിയോൺ എന്നത് കിലോമീറ്ററിൽ എത്ര ദൂരം ആണ്? എ. 3-4 കിലോമീറ്റർ, ബി. 4-5 കിലോമീറ്റർ, സി. 6-7 കിലോമീറ്റർ, ഡി. 5-6 കിലോമീറ്റർ. ഉത്തരം ഡി. 5-6 കിലോമീറ്റർ. ചോദ്യം 146. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 6:45. പുതിയ നിയമത്തിൽ മറ്റെവിടെയാണ് ഇതിന് സമാനമായ വാക്യമുള്ളത്? എ. യോഹന്നാൻ 2:27, ബി. 1 യോഹന്നാൻ 3:27, സി. 1 യോഹന്നാൻ 2:27, ഡി. ലൂക്ക 2:27. ഉത്തരം സി. 1 യോഹന്നാൻ 2:27. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. ചോദ്യം 147. പൂരിപ്പിക്കുക. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ഡാഷ് മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. എ. മനുഷ്യപുത്രൻ, ബി. തിരഞ്ഞെടുക്കപ്പെട്ടവർ, സി. ദൈവത്തിൽ നിന്നുള്ളവർ, ഡി. ദൈവപുത്രന്മാർ. ഉത്തരം സി. ദൈവത്തിൽ നിന്നുള്ളവൻ. ചോദ്യം 148. ഞാൻ എന്താകുന്നു എന്നാണ് യേശു യോഹന്നാൻ 6:48 പ്രഖ്യാപിക്കുന്നത്? എ. ദൈവപുത്രൻ, ബി. വഴിയും സത്യവും ജീവനുമാകുന്നു, സി. ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, ഡി. ജീവൻ്റെ അപ്പം. ഉത്തരം ഡി. ജീവൻ്റെ അപ്പം. ചോദ്യം 149. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാൻ 6:51. ഈ വചനത്തോട് യഹൂദർ പ്രതികരിച്ചത് എപ്രകാരമാണ്? എ. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി, ബി. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ ഒരു ധാരണയുണ്ടായി, സി. നിയമം പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കാം, ഡി. ഇതുപോലൊന്ന് മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഉത്തരം എ. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ചോദ്യം 150. ആര് ആരോട് ചോദിച്ചു? ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? എ. ഫരിസേയർ യേശുവിനോട്,
ബി നിയമജ്ഞർ യേശുവിനോട്, സി പുരോഹിത പ്രമുഖന്മാർ യേശുവിനോട്, ഡി യഹൂദർ യേശുവിനോട്. ഉത്തരം ഡി യഹൂദർ യേശുവിനോട്. ചോദ്യം 151 പൂരിപ്പിക്കുക. യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാൻ അത് പുനരുദ്ധരിക്കും. എ ഇന്ന് തന്നെ, ബി 3 ദിവസത്തിനകം, സി 3 മാസത്തിനകം, ഡി 3 ആഴ്ചയ്ക്കുള്ളിൽ. ഉത്തരം ബി 3 ദിവസത്തിനകം. ചോദ്യം 152 ജെറുസലേം ദേവാലയം പണിയുവാൻ എത്ര സമയമെടുത്തു എന്നാണ് യോഹന്നാൻ 2:20 പറയുന്നത്? എ 46 സംവത്സരമെടുത്തു, ബി 56 സംവത്സരമെടുത്തു, സി 66 സംവത്സരമെടുത്തു, ഡി 26 സംവത്സരമെടുത്തു. ഉത്തരം എ 46 സംവത്സരമെടുത്തു. ചോദ്യം 153 ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കാൻ തനിക്ക് വെറും 3 ദിവസം മതി എന്ന് പറയുമ്പോൾ യേശു ഉദ്ദേശിക്കുന്ന ദേവാലയം ഏതാണ്? എ സെറുബ്ബാബേലിൻ്റെ ദേവാലയം, ബി തൻ്റെ ശരീരമാകുന്ന ആലയം, സി അക്ഷേര ദേവതയുടെ ആലയം, ഡി തൻ്റെ ആത്മാവാകുന്ന ദേവാലയം. ഉത്തരം ബി തൻ്റെ ശരീരമാകുന്ന ആലയം. ചോദ്യം 154 യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം എന്തിലൊക്കെയാണ് ശിഷ്യന്മാർക്ക് വിശ്വാസമുണ്ടായത്? എ പ്രാർത്ഥനയിലും ബി പാരമ്പര്യങ്ങളിലും യഹൂദമത ചിന്തകളിലും, സി പുനരുത്ഥാനത്തിലും നിത്യജീവിതത്തിലും, ഡി വിശുദ്ധ ലിഖിതത്തിലും യേശു പ്രസ്താവിച്ച വചനത്തിലും. ഉത്തരം ഡി വിശുദ്ധ ലിഖിതത്തിലും യേശു പ്രസ്താവിച്ച വചനത്തിലും. ചോദ്യം 155 വചനം എഴുതുക. യോഹന്നാൻ 2:7. ഉത്തരം ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ചോദ്യം 156 പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് എന്ത് ലഭിക്കണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം എന്നാണ് യേശു പറയുന്നത്? എ ദൈവപുത്ര സ്ഥാനം, ബി നിത്യജീവൻ, സി ദൈവരാജ്യം, ഡി പറുദീസ. ഉത്തരം ബി നിത്യജീവൻ. ചോദ്യം 157 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ എപ്രകാരമാണ് പ്രതികരിച്ചത്? എ സന്തോഷത്തോടെ സ്വീകരിച്ചു, ബി പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, സി അവനെ തള്ളിപ്പറഞ്ഞു, ഡി അവനെതിരെ പിറുപിറുത്തു. ഉത്തരം ഡി അവനെതിരെ പിറുപിറുത്തു. ചോദ്യം 158 ആർക്കാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കാത്തത്? എ പാപികൾക്ക്, ബി പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവർക്ക്, സി അഹങ്കാരികൾക്ക്, ഡി നിയമമനുസരിക്കാത്തവർക്ക്. ഉത്തരം ബി പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവർക്ക്. ചോദ്യം 159 പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് തൻ്റെ അടുത്ത് വരുന്നവരെ യേശു എന്ത് ചെയ്യണമെന്നാണ് പ്രഖ്യാപിക്കുന്നത്? എ ആശ്വസിപ്പിക്കും, ബി പാപമോചനം നൽകും, സി അന്ത്യദിനത്തിൽ അവനെ ഉയർപ്പിക്കും, ഡി ദൈവവഴിയെ നടത്തും. ഉത്തരം സി അന്ത്യദിനത്തിൽ അവനെ ഉയർപ്പിക്കും. ചോദ്യം 160 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 6:45. പഴയ നിയമത്തിൽ എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? എ ഏശയ്യ 54:13, ബി ഏശയ്യ 44:13, സി ഏശയ്യ 54:23, ഡി ജെറമിയ 54:13. ഉത്തരം എ ഏശയ്യ 54:13. ചോദ്യം 161 യോഹന്നാനേക്കാൾ അധികം ആളുകളെ യേശു എന്ത് ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത്? എ മാനസാന്തരപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു, ബി ശിഷ്യപ്പെടുത്തുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു, സി ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു, ഡി ആകർഷിക്കുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. ഉത്തരം സി ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. ചോദ്യം 162 ആരേക്കാൾ അധികം ആളുകളെ യേശു ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായാണ് കർത്താവ് അറിഞ്ഞത്?
എ പുരോഹിതരേക്കാൾ, ബി നിയമജ്ഞരേക്കാൾ, സി സദുക്കായരേക്കാൾ, ഡി യോഹന്നാനേക്കാൾ. ഉത്തരം ഡി യോഹന്നാനേക്കാൾ. ചോദ്യം 163. യൂദയായിൽ നിന്നും ഗലീലിക്ക് പോകുമ്പോൾ യേശുവിന് ഏത് ദേശത്തുകൂടി കടന്നു പോകണമായിരുന്നു? എ കഫർനാം, ബി ഈജിപ്ത്, സി സമരിയ, ഡി സിറിയ. ഉത്തരം സി സമരിയ. ചോദ്യം 164. പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്തുള്ള പട്ടണത്തിൻ്റെ പേരെന്ത്? എ ബെത്ലഹേം, ബി ഇദുമിയ, സി ദെക്കാപോളിസ്, ഡി സമരിയായിലെ സിക്കാർ. ഉത്തരം ഡി സമരിയായിലെ സിക്കാർ. ചോദ്യം 165. യാക്കോബിനെയും മകൻ ജോസഫിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ ഗ്രന്ഥമേത്? എ പുറപ്പാട്, ബി സംഖ്യ, സി ഉൽപ്പത്തി, ഡി ജോഷ്വ. ഉത്തരം സി ഉൽപ്പത്തി. ചോദ്യം 166. സാക്ഷ്യത്തിനായി ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരാണ് ആ മനുഷ്യൻ? എ ശിമയോൻ പത്രോസ്, ബി ഏലിയ, സി നഥാനയേൽ, ഡി സ്നാപക യോഹന്നാൻ. ഉത്തരം ഡി സ്നാപക യോഹന്നാൻ. ചോദ്യം 167. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എന്തായിത്തീരാനുള്ള കഴിവാണ് യേശുക്രിസ്തു നൽകിയത്? എ ദൈവമക്കളാകാൻ, ബി സുവിശേഷ പ്രഘോഷകരാകാൻ, സി രക്ഷകരാകാൻ, ഡി വിശുദ്ധരാകാൻ. ഉത്തരം എ ദൈവമക്കളാകാൻ. ചോദ്യം 168. പൂരിപ്പിക്കുക. ഡാഷ് ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. എ അവൻ, ബി ദൈവമക്കൾ, സി അവർ, ഡി ക്രിസ്തു. ഉത്തരം സി അവർ. ചോദ്യം 169. കൃപയും സത്യവും നിറഞ്ഞ ആരുടെ മഹത്വം നമ്മൾ ദർശിച്ചു എന്നാണ് യോഹന്നാൻ 1:14 പറയുന്നത്? എ ദൈവപുത്രൻ്റേതുമായ, ബി രക്ഷകൻ്റേതുമായ, സി പ്രവചനങ്ങളുടെ, ഡി ഏകജാതൻ്റേതുമായ. ഉത്തരം ഡി ഏകജാതൻ്റേതുമായ. ചോദ്യം 170. യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? എ കൃപയ്ക്ക് മേൽ കൃപ, ബി പരിശുദ്ധാത്മാവ്, സി ദൈവചൈതന്യം, ഡി പുത്രസ്ഥാനം. ഉത്തരം എ കൃപയ്ക്ക് മേൽ കൃപ. ചോദ്യം 171. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ കിണർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ ഗലീലിലെ നസ്രത്തിൽ, ബി എഫ്രായിം മലമ്പ്രദേശത്ത്, സി ഹെബ്രോൺ താഴ്വരയിൽ, ഡി സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ. ഉത്തരം ഡി സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ. ചോദ്യം 172. പഴയ നിയമത്തിൽ സിക്കാർ എന്ന പട്ടണം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? എ സിക്കമിൻ, ബി എഫ്രാത്ത, സി ഷെക്കേം, ഡി സുക്കോത്ത്. ഉത്തരം സി ഷെക്കേം. ചോദ്യം 173. യേശു സമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിന് തുടക്കം കുറിച്ചത് എന്തു പറഞ്ഞുകൊണ്ടാണ്? എ എനിക്ക് ദാഹിക്കുന്നു, ബി എനിക്ക് കുടിക്കാൻ തരുക, സി കർത്താവ് മകളെ അനുഗ്രഹിക്കട്ടെ, ഡി കർത്താവ് നിന്നോട് കൂടെ. ഉത്തരം ബി എനിക്ക് കുടിക്കാൻ തരുക. ചോദ്യം 174. യേശു സമരിയാക്കാരി സ്ത്രീയുമായി സംഭാഷണം നടത്തുന്ന സമയത്ത് ശിഷ്യന്മാർ എവിടെയായിരുന്നു? എ സിനഗോഗിൽ പോയിരുന്നു, ബി താമസ സ്ഥലം അന്വേഷിച്ച് പോയിരുന്നു, സി ദൈവരാജ്യം പ്രസംഗിക്കാൻ പോയിരുന്നു, ഡി ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ഉത്തരം ഡി ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ചോദ്യം 175. യേശു കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ സമരിയാക്കാരി സ്ത്രീ വൈമനസ്യം പ്രകടിപ്പിക്കാൻ കാരണമെന്ത്? എ യേശു ഒരു യഹൂദൻ ആയിരുന്നതിനാൽ, ബി യേശു ഒരു അപരിചിതൻ ആയിരുന്നതിനാൽ, സി സമരിയാക്കാരി സ്ത്രീ തനിച്ചായിരുന്നതിനാൽ, ഡി താൻ അശുദ്ധയാകുമോ എന്നു ഭയന്ന്. ഉത്തരം എ യേശു ഒരു യഹൂദൻ ആയിരുന്നതിനാൽ. ചോദ്യം 176.
മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ സംഭവം പഴയ നിയമത്തിൽ എവിടെയാണുള്ളത്? എ. മലാക്കി 11:9, ബി. സംഖ്യ 21:9, സി. സങ്കീർത്തനം 31:9, ഡി. സംഖ്യ 20:9. ഉത്തരം ബി. സംഖ്യ 21:9. ചോദ്യം 177. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നതിലൂടെ യേശു എന്താണ് ഉദ്ദേശിക്കുന്നത്? എ. താൻ രാജാവ് ആണ്, ബി. ഞാൻ നിങ്ങളുടെ നേതാവാണ്, സി. രക്ഷ തന്നിലൂടെ മാത്രമെന്ന്, ഡി. തൻ്റെ കുരിശുമരണം. ഉത്തരം ഡി. തൻ്റെ കുരിശുമരണം. ചോദ്യം 178. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും എന്ത് സംഭവിക്കില്ല എന്നാണ് യോഹന്നാൻ 3:18 പറയുന്നത്? എ. നശിക്കുന്നില്ല, ബി. ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, സി. നരകാഗ്നിയിൽ വീഴുന്നില്ല, ഡി. പാപത്തിൽ ജീവിക്കുന്നില്ല. ഉത്തരം ബി. ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. ചോദ്യം 179. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കാൻ കാരണമെന്ത്? എ. അവർക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട്, ബി. അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നതിനാൽ, സി. അവരെ ജഡികാസക്തി കീഴ്പ്പെടുത്തിയതിനാൽ, ഡി. അവർ ലൗകിക മനുഷ്യരായിരുന്നതിനാൽ. ഉത്തരം ബി. അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നതിനാൽ. ചോദ്യം 180. പ്രകാശത്തെ വെറുക്കുന്നത് ആരാണ്? എ. പാപികൾ, ബി. ജഡിക മനുഷ്യർ, സി. തിന്മ പ്രവർത്തിക്കുന്നവർ, ഡി. നിയമം അനുസരിക്കാത്തവർ. ഉത്തരം സി. തിന്മ പ്രവർത്തിക്കുന്നവൻ. ചോദ്യം 181. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് എന്ന് ജനങ്ങൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ഏത് സംഭവത്തിന് ശേഷമാണ്? എ. അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ, ബി. അന്ധനെ സുഖപ്പെടുത്തിയ, സി. മുടന്തനെ സുഖപ്പെടുത്തിയ, ഡി. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ. ഉത്തരം എ. അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ. ചോദ്യം 182. പൂരിപ്പിക്കുക. എൻ്റെ അടുത്ത് വരുന്നവന് ഡാഷ്, എന്നിൽ വിശ്വസിക്കുന്നവന് ഡാഷ്. എ. ഒരിക്കലും ദാഹിക്കുകയില്ല, വിശക്കുകയുമില്ല, ബി. ഒരിക്കലും വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, സി. ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, ദാഹിക്കുകയുമില്ല, ഡി. ഒരിക്കലും വിശക്കുകയില്ല, ദുഃഖിക്കേണ്ടിയും വരില്ല. ഉത്തരം ബി. ഒരിക്കലും വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. ചോദ്യം 183. ആര് എൻ്റെ അടുത്ത് വരും എന്നാണ് യേശു യോഹന്നാൻ 6:37 പ്രഖ്യാപിക്കുന്നത്? എ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും, ബി. നിരാശരും ദുഃഖിതരും, സി. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം, ഡി. രോഗത്താൽ വലയുന്നവർ. ഉത്തരം സി. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം. ചോദ്യം 184. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ, ബി. വചനം പ്രഘോഷിക്കാൻ, സി. ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ, ഡി. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. ഉത്തരം ഡി. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. ചോദ്യം 185. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും നഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്യണം എന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്നാണ് യേശു പറയുന്നത്? എ. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ്, ബി. മാനസാന്തരപ്പെടുത്തണം, സി. വിശുദ്ധരാക്കണം, ഡി. നിത്യജീവൻ നൽകണം. ഉത്തരം എ. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ്. ചോദ്യം 186. ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പീലിപ്പോസ് എന്തുപോലും തികയില്ല എന്നാണ് മറുപടി പറയുന്നത്? എ. 100 ദനാറയ്ക്കുള്ള അപ്പം പോലും, ബി. 300 ദനാറയ്ക്കുള്ള അപ്പം പോലും, സി. 200 ദനാറയ്ക്കുള്ള അപ്പം പോലും, ഡി. 500 ദനാറയ്ക്കുള്ള അപ്പം പോലും. ഉത്തരം സി. 200 ദനാറയ്ക്കുള്ള അപ്പം പോലും. ചോദ്യം 187. 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? എ. പത്രോസ്, ബി. പീലിപ്പോസ്, സി. യൂദാസ്,
ഡി അന്ത്രയോസ്? ഉത്തരം ഡി അന്ത്രയോസ്. ചോദ്യം 188. ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ എന്ന് യേശു പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എ. അവിടെ വെള്ളം ധാരാളം ഉണ്ടായിരുന്നു. ബി. അവിടെ പുല്ല് തഴച്ച് വളർന്നിരുന്നു. സി. അവിടെ വൃക്ഷങ്ങൾ നിഴലായി നിൽക്കുന്നുണ്ടായിരുന്നു. ഡി. അവിടെ വീടുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഉത്തരം ബി. അവിടെ പുല്ല് തഴച്ച് വളർന്നിരുന്നു. ചോദ്യം 189. മലമുകളിൽ പുല്ല് തഴച്ച് വളർന്നിരുന്ന സ്ഥലത്ത് ആളുകൾക്ക് ഭക്ഷണം നൽകിയ സംഭവത്തിന് പഴയ നിയമത്തിലെ ഏത് വചനവുമായാണ് ബന്ധമുള്ളത്? എ. എസക്കിയേൽ 34:14. ബി. ജെറമിയ 34:14. സി. എസക്കിയേൽ 14:34. ഡി. ഏശയ്യ 34:14. ഉത്തരം എ. എസക്കിയേൽ 34:14. ചോദ്യം 190. എന്ത് ചെയ്തതിന് ശേഷമാണ് യേശു 5 ബാർലിയപ്പം ജനങ്ങൾക്ക് വിതരണം ചെയ്തത്? എ. പിതാവിനെ ധ്യാനിച്ച ശേഷം. ബി. ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച ശേഷം. സി. ജനങ്ങളെ നോക്കിയ ശേഷം. ഡി. കൃതജ്ഞതാസ്തോത്രം ചെയ്ത ശേഷം. ഉത്തരം ഡി. കൃതജ്ഞതാസ്തോത്രം. ചോദ്യം 191. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ ശേഖരിച്ചപ്പോൾ അവ എന്തുമാത്രം ഉണ്ടായിരുന്നു? എ. 10 കുട്ട നിറയെ. ബി. 12 കുട്ട നിറയെ. സി. 8 കുട്ട നിറയെ. ഡി. 5 കുട്ട നിറയെ. ഉത്തരം ബി. 12 കുട്ട നിറയെ. ചോദ്യം 192. ബെത്സദാ കുളക്കരയിൽ 38 വർഷമായി കിടക്കുന്ന രോഗിയോട് യേശു എന്താണ് ചോദിച്ചത്? എ. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ബി. എന്താണ് നിൻ്റെ രോഗം? സി. നിൻ്റെ കൂടെ മറ്റാരുമില്ലേ? ഡി. എത്ര കാലമായി ഇവിടെ കിടക്കുന്നു? ഉത്തരം എ. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ചോദ്യം 193. പൂരിപ്പിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ ഡാഷ് എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ ഡാഷ് മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. എ. വെള്ളമിളകുമ്പോൾ എഴുന്നേൽക്കുമ്പോഴേക്കും. ബി. വെള്ളമിളകുമ്പോൾ എത്തുമ്പോഴേക്കും. സി. കൈപിടിച്ച് എത്തുമ്പോഴേക്കും. ഡി. വെള്ളമിളകുമ്പോൾ അറിഞ്ഞു വരുമ്പോഴേക്കും. ഉത്തരം ബി. വെള്ളമിളകുമ്പോൾ എത്തുമ്പോഴേക്കും. ചോദ്യം 194. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്ന രോഗിയുടെ പരാതിക്ക് യേശു നൽകുന്ന മറുപടി എന്താണ്? എ. എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുക. ബി. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സി. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. ഡി. ഞാൻ നിന്നെ സഹായിക്കാം. ഉത്തരം സി. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. ചോദ്യം 195. ബെത്സദാ കുളക്കരയിലെ രോഗിക്ക് യേശു സൗഖ്യം കൊടുത്ത ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എ. അന്ന് സാബത്ത് ആയിരുന്നു. ബി. അന്ന് കൂടാരത്തിരുന്നാൾ ആയിരുന്നു. സി. അന്ന് പെസഹ തിരുനാൾ ആയിരുന്നു. ഡി. അന്ന് ഉപവാസ ദിനമായിരുന്നു. ഉത്തരം എ. അന്ന് സാബത്ത് ആയിരുന്നു. ചോദ്യം 196. ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് യഹൂദർ പറഞ്ഞത് പഴയ നിയമത്തിലെ ഏതു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എ. നെഹമിയ 17:21. ജെറമിയ 13:19. ബി. നെഹമിയ 13:19. ജെറമിയ 17:21. സി. നെഹമിയ 19:13. ജെറമിയ 17:21. ഡി. നെഹമിയ 13:19. ജെറമിയ 21:17. ഉത്തരം ബി. നെഹമിയ 13:19. ജെറമിയ 17:21. ചോദ്യം 197. ആര് ആരോട് പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിൻ്റെ കിടക്കിയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു? എ. ബെത്സദാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി യേശുവിനോട്. ബി. ബെത്സദാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി ശിമയോനോട്. സി. ബെത്സദാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി ജനങ്ങളോട്. ഡി. ബെത്സദാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി യഹൂദരോട്. ഉത്തരം ഡി. ബെത്സദാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി യഹൂദരോട്. ചോദ്യം 198. ബെത്സദാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗിക്ക്
യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? എ. യേശു ജനക്കൂട്ടത്തിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ. ബി. യേശുവിനെ മുൻപരിചയമില്ലാത്തതിനാൽ. സി. സ്വന്തം സൗഖ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്നതിനാൽ. ഡി. അദ്ദേഹം കാഴ്ചക്കുറവുള്ള വ്യക്തിയായിരുന്നതിനാൽ. ഉത്തരം എ. യേശു ജനക്കൂട്ടത്തിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ. ചോദ്യം 199. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് യേശു ബെത്സദ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗിയോട് പറഞ്ഞത്? എ. ദൈവരാജ്യം പ്രസംഗിക്കുക. ബി. വിശുദ്ധിയിൽ ജീവിക്കുക. സി. മേലിൽ പാപം ചെയ്യരുത്. ഡി. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ഉത്തരം സി. മേലിൽ പാപം ചെയ്യരുത്. ഈ സെറ്റിലെ അവസാന ചോദ്യം: സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. എപ്രകാരം പ്രവർത്തിച്ചതിനാൽ? എ. സാപത്തിൽ രോഗശാന്തി നൽകിയതിനാൽ. ബി. സാപത്തിൽ കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞതിനാൽ. സി. സാപത്തിൽ ദൈവരാജ്യം പ്രസംഗിച്ചതിനാൽ. ഡി. സാപത്തിൽ ഉപവാസം ലംഘിച്ചതിനാൽ. ഉത്തരം ബി. സാപത്തിൽ കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞതിനാൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.